ഹായ് ഹലോ. ക്രിസ്മസ് വെക്കേഷനായിട്ട് മക്കളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാവില്ല, ഒരു 10 ദിവസം. ഇപ്രാവശ്യം 9 ദിവസമേ ഉള്ളൂ. അപ്പോൾ ലഞ്ച് ടൈമിന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു മന്തിയുടെ റെസിപ്പി ആയാലോ. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. വ്യത്യസ്തമായ മസാലകൾ ചേർത്തുണ്ടാക്കിയ മന്തി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, അതേപോലെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത് മല്ലി മുതുമനായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണ് മന്തി മസാല, 1/2 ടേബിൾ സ്പൂണ് എന്താ പറയുക, ചാട്ട് മസാല, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കണ്ട, നല്ല തരിയൊന്നും ഇല്ലാതെ തന്നെ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ പൊടിക്കുമ്പോൾ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ചിക്കൻ എടുത്ത അളവിന് അനുസരിച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ പറയുന്നത്. പിന്നെ 3-4 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അളവിലെല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അളവിൽ കൂടിയോ കുറയോ ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ചിക്കൻ വാങ്ങിയിട്ട് അത് 8 പീസാക്കി, ഒരു ചിക്കൻ 8 പീസാക്കി ആ ഒരു രീതിയിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതാകുമ്പം നമ്മുടെ മന്തി മജ്ബൂസൊക്കെ ആക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ പൊതുവേ എടുക്കാറ് കേട്ടോ. ബിരിയാണി പീസല്ല, അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും. അങ്ങനെ ഞാൻ 6 പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടില്ലേ, നമ്മുടെ മസാലയിൽ ഞാൻ മാഗി ക്യൂബ് ആദ്യം ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ. അതിൽ കൂടെ ഒരു പീസ് ചേർക്കുക. ഇത് നമ്മുടെ 6 പീസ് ചിക്കനിൽ കറക്റ്റായിട്ടുള്ള മസാല കൂട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ രാവിലെയാണ്, അതായത് രാവിലെ ഒക്കെ ആക്കുന്നതാണെങ്കിൽ രാത്രിയെ മസാല ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് വെക്കും. രാത്രി കേക്കില്ലത് രാവിലെ മസാല ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ പൊതുവേ ഞാൻ മസാലയൊക്കെ ചിക്കനിൽ ഇങ്ങനെ പുരട്ടിയിട്ട് വെക്കൽ. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ ഈ ഒരു മസാല തന്നെ 1 ടേബിൾ സ്പൂണോളം കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് വയ്യ പറയട്ടെ എന്തിനാണെന്നുള്ളത്. ഇനി നമുക്ക് റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. റൈസ് ഞാൻ യെല്ലോ, അതായത് സെല്ല ബസ്മതി ഇല്ലേ, അതിൻ്റെ യെല്ലോ ഗോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 3 കപ്പ്. അത് ഞാൻ 1 കിലോയിൽ കുറച്ച് കുറയും, കാരണം ഇങ്ങനെ അളന്നെടുത്തുകൊണ്ട്. അപ്പോൾ 1 കിലോ റൈസിന് ഈ ഒരു ചിക്കൻ്റെ പീസ് മതിയാവും കേട്ടോ. 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകുക. എന്നിട്ട് അത്യാവശ്യം ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക, കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി 2 മണിക്കൂർ ഞാനിത് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈസ് കിട്ടും കേട്ടോ. 20 മിനിറ്റോ 60 മിനിറ്റോ അങ്ങനെയൊന്നുമല്ല, 2 മണിക്കൂർ തന്നെ വെച്ചാലും. ഇനി അതിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതങ്ങ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്യാം. സാധാരണ ഞാൻ വേറെയും മന്തിയുടെ റെസിപ്പിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കിത് ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഒന്ന് ആയെന്ന് തോന്നുമ്പം, അതായത് കുറച്ചൊന്ന് ചൂടാവുമല്ലോ, അപ്പോൾ തീ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കുക. അല്ലാണ്ട് ഓയിൽ ചൂടാവാതെ ചിക്കൻ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എണ്ണ അങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഒരു 10-30 സെക്കൻഡൊക്കെ വെച്ചിട്ട് വേണം തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ചിക്കന് ഓവർ ഫ്രൈ ആയിട്ട് വരണ്ട, എന്നാലും അത്യാവശ്യം ആ ലെഗ് പീസിൻ്റെ ആ നിരവൊക്കെ പൊട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കന് എണ്ണയിൽ നിന്ന് മാറ്റട്ടെ. ഈ ഓയിലിൽ നിന്ന് നമുക്ക് റൈസ് വേവിക്കാനും വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാനത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിന് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഈ ഒരു റൈസിന് നല്ല മാച്ചായിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം, അതായത് കുരുമുളകും ചെറിയ ജീരകവും, ഒരു കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ ഒരു ഡ്രൈ ലെമൺ, പിന്നെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ 2 പീസ് ഇട്ട് കൊടുത്തേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് കേട്ടോ. അതൊരു 5-6 അല്ലി ഉണ്ടാവുമായിരിക്കും. പിന്നെ 2 ഉള്ളി, ആ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 സാധാരണ ഉള്ളി അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. സമയത്ത് ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ ഉള്ളിക്ക് ആവശ്യമായിട്ടില്ല ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം ഉള്ളി നന്നായിട്ട് വഴന്ന് വരട്ടെ. ഈ സമയത്ത് നമുക്ക് 4 പച്ചമുളകും, വലിയ ക്യാപ്സിക്കാണെങ്കിൽ 1/2 മുറി മതിയാവും, ചെറുതാണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് എടുക്കാം കേട്ടോ.
അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി അത്യാവശ്യം വഴന്നിട്ടുണ്ട്, ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പുതിനയില കുറച്ച് കുറവും മല്ലിയില കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരു പിടി നമ്മളൊരു കൈപ്പിടി മല്ലിയാണെങ്കിൽ അതിൽ കുറച്ചിട്ട് പുതിന എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒരേ അളവിലെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇല്ലതും എടുത്തേ ഉള്ളൂ കേട്ടോ. ഇനി 2 പീസ് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടില്ല മസാലക്കൂട്ട് നമ്മുടെ ചിക്കനിൽ പുരട്ടി, അതും കൂടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറട്ടെ, മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് നമുക്ക് വെയ്യ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ഉണ്ടല്ല 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിൻ്റെ അധികം എടുക്കുക. അതായത് 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് വേഗം തിളക്കുമല്ലോ. അങ്ങനെ വെള്ളം പാകത്തിന് ഞാനിപ്പോൾ 6 ഗ്ലാസ്, അതായത് ഞാൻ എടുത്ത കപ്പിൻ്റെ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് അരി കുതിർത്താനായിട്ട് വെച്ചിട്ടില്ല അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മുമ്പൊന്നും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം മാഗി ക്യൂബിലും നമ്മൾ ഇട്ട മസാലയിലും ഉണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് വെള്ളം കംപ്ലീറ്റ് വറ്റുന്നത് വരെ തീ കൂട്ടി വെക്കുക. ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ട്, അതായത് വെള്ളം കംപ്ലീറ്റ് വെറ്റിയതിന് ശേഷം തീ ഒന്ന് മീഡിയം ലെവലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഇളകിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു 80% നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയം ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി വരുന്ന രീതിയിലായിട്ടുണ്ടാവും. ഒരു 80% ആയിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടില്ല. എന്നിട്ട് ഇതുപോലെ 2 പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് അത്യാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തി വെച്ചിട്ട് ചെറിയ തീയിൽ, അതായത് ഒരു മീഡിയം ലെവലിൽ വെക്കുകയാണെങ്കിൽ നല്ല റൈസ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം അങ്ങനെ ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വെള്ളം വറ്റിയതിന് ശേഷം 2 പ്രാവശ്യം അങ്ങനെ കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ ഏകദേശം അങ്ങനെ ആക്കിയതിന് ശേഷം ഏകദേശം ഒരു 90-95% വരെ വെന്ത്. ഇനി നമുക്ക് എന്താക്കാം, മൊത്തത്തിൽ അതേപോലെ ഒന്നും കൂടെ ലെവൽ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനില്ലേ അത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് റൈസ് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കംപ്ലീറ്റ് വെച്ച് കൊടുക്കുക. ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ല അതാണ് കേട്ടോ. ചാർക്കോൾ കത്തിച്ചിട്ട് ഈ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ സ്മോക്കിംഗ് ഫ്ലേവർ ആണല്ലോ ഇതിൻ്റെ ഒരു മസ്റ്റ്, അപ്പോൾ അതില്ലാണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ അടുപ്പാണെങ്കിൽ, ഹോളില്ല അടുപ്പാണെങ്കിൽ അവിടെ ഞാൻ കറാമ്പ് വെച്ചിട്ടാണ് അടച്ചു കൊടുക്കൽ. പിന്നെ ഈ ഒരു മൂടി നടന്ന് ഞാൻ ഇതുപോലെ ചെറിയ തീയിലൊക്കെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ലോണം ചൂടാക്കിയതിന് ശേഷം അതൊന്ന് തീ കുറക്കും, എന്നിട്ടാണ് വെക്കൽ. അപ്പോൾ ഞാൻ കറാമ്പ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അലുമിനിയം ഫോയിലും വെച്ചിട്ട് അടക്കാം. ഇതില്ല, ഞാൻ കറക്റ്റ് 1 മണിക്കൂർ ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് അങ്ങനെ ആയാലും മതി. അങ്ങനെ ഞാൻ 1 മണിക്കൂർ വെച്ചിട്ട് ഇതിൻ്റെ ഇറക്കെ പോയി, സ്മോക്കിംഗ് ഒക്കെ പോയി കംപ്ലീറ്റ് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്ക് ഈ ഒരു ചാർക്കോൾ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. റൈസ് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. ഞാൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. എന്നാലും ഇപ്പം വളരുന്ന കുട്ടികളൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു ഈസി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഒരുപാട് യൂട്യൂബിലെ റെസിപ്പീസ് ഉണ്ട്, എന്നാലും ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് ചെയ്യാമല്ലോ. ഇത് കണ്ട ഇങ്ങനെ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത്, നേരത്തെ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പം പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു വായിലിട്ട് നല്ലൊരു കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും റൈസ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ആ ഒരു അടിയിൽ നിങ്ങൾക്ക് അതുപോലത്തെ അടപ്പല്ലെങ്കിൽ താവയോ ദോശക്കല്ലോ അങ്ങനെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും പാത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കട്ടോ. ഇനി മൊത്തത്തിൽ ആ ചിക്കനൊക്കെ റൈസിൻ്റെ ഉള്ളിലാക്കി ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യും. തീ ഓഫാക്കി കേട്ടോ. ഇനി നമുക്ക് കഴിക്കാവുന്ന സമയത്ത് എടുത്ത് കഴിച്ചാൽ മതി. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വേവും. കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തതാണ്. എന്നാൽ ആ ദമ്മിലൊക്കെ ഉള്ളൊക്കെ നന്നായിട്ട് അതിൻ്റെ എല്ല് വരെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വരും.
ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ തക്കാളി ചട്നിയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മയോണൈസ് പൊതുവേ ഉണ്ടാക്കൽ കുറവാണ്, കഴിക്കലും വളരെ കുറവാണ്. എന്നാലും നിർബന്ധമുള്ള പിന്നെ റെസിപ്പീസിനൊക്കെ ചേർക്കാറുമുണ്ട് കേട്ടോ. പിന്നെ ഒരു പപ്പടും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.